ഹലോ, പോസ്റ്റാണോ? പോസ്റ്റാണോടാ? ആ, നമുക്ക് മഹാഭാരതം കുറച്ച് നിർത്തി വെച്ചിട്ടേ നമുക്ക് ടാങ്ക് കഴുകാൻ പോയാലോ? കമോൺ ലെറ്റ്സ് ഗോ. എവിടെ പോകുന്നു? ഇങ്ങോട്ടോ? എവിടാടാ? നമുക്ക് ടാങ്ക് കഴുകാൻ പോവാം. നമുക്ക് എനിക്കിതിന്റെ മേളിലൊന്നും കയറാൻ വലിയ പട്ടിപ്പണി. രാവിലെ ബിരിയാണി കഴിച്ചപ്പോഴേ തോന്നി എന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്തിട്ട്. അപ്പം നമുക്ക് ടാങ്ക് കഴുകാൻ പോവാം. ഓക്കെ, അതില് ജോലിക്കുള്ള ഡ്രസ്സുകൾ ഇത് വിട്ടിട്ട് അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ കണ്ട ടാങ്ക് കഴുകാൻ പോവാ. ഞങ്ങളുണ്ട് കണ്ണാടി കിട്ടി. നമുക്ക് കോസ്റ്റ്യൂം അറിയാലോ. മറ്റേ സാധനം കിട്ടും. സ്നാപ്പ് ചെയ്യുമ്പോൾ ഓരോരുത്തരിങ്ങനെ ചാടി കിട്ടും. ആ, സ്നാപ്പ് ചെയ്യാം. കോസ്റ്റ്യൂമൊക്കെ മാറി എല്ലാവരും. അപ്പം നമുക്ക് ടാങ്ക് കഴുകാൻ പോവാം. ലെറ്റ്സ് ഗോ. എന്താ? ഇവിടെ നമ്മുടെ മാത്തനുണ്ട്. അയ്യോ, ഞാനൊരു ഇതല്ല ഇത് പ്രതീക്ഷിച്ച. അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അത് കണ്ടോ? അതാണ് നമ്മുടെ ടാങ്ക്. അതാണ്. എന്തുവാ അണ്ടർഗ്രൗണ്ട് ഷൂട്ട് വേണോ? അശിയെ കാണുന്നുണ്ടല്ലേ? പിന്നെ ഗ്രാബ് കമ്പി ഞാൻ കേറാനാണ് എനിക്കറിയാത്ത. ഗൈസ്, ഞാൻ കേറാം. എനിക്ക് കേറാൻ അറിയത്തില്ല. അങ്ങനെ ഒറ്റയ്ക്ക് കയറാന്ന്. രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചവിട്ടിയപ്പോഴേ എൻ്റെ അടുത്ത് പറയാ പേടിയാവുന്നു. ഇറങ്ങാനാണ് പാട്. ഫയർഫോഴ്സ് വിളിക്കണ്ട. ചവിട്ട്, കാലി പൊക്കി അങ്ങോട്ട് ചവിട്ട്. ഒന്നും കൂടെ കയറാ. ഇനിയുണ്ട്, തടി ഇനിയുണ്ട്. താഴെ അതാ വേണ്ട കേറിട്ടിറങ്ങി എന്തായാലും കേറിയില്ലേ. കേറാ, ചവിട്ടാ മണ്ട. നീ തട്ടുട് മണ്ടേന്നല്ലേ ഇറക്കിന്ന് കേട്ടാ. എനിക്ക് ഹൈറ്റ് പേടിയാ. അപ്പൊ നമുക്ക് ഹൈറ്റ് ഒന്നുമില്ല. നമ്മളെല്ലായിടത്തും വലിയ അവിടുന്ന് ആൾക്കാരെല്ലാം നോക്കുന്നു. രാഹുലിന്റെ കയറ്റം. ഓക്കെ, കമോൺ. ആ തട്ടുടുത്ത് ഇപ്പൊ പോവും. ഇല്ല, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടോ? അവിടെ ചവിട്ട്. ഇനി മറ്റേ കാല് താഴെ വെച്ചേക്കുന്ന കാലെടുത്ത് മണ്ടേ പോയി. സക്സസ്ഫുള്ളി. ഇതാണ് നമ്മുടെ മിഷൻ. മറ്റേ ഗ്രീൻ പ്ലാനറ്റ് അറിയോ? പ്രശ്നേഷ്. എങ്ങനെയുണ്ട് കേറി എക്സ്പീരിയൻസ്? സൂപ്പർ. ഇതിന്റെ അകത്താണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. വലിയ അഴുക്കൊന്നുമില്ല. ഫ്ലാഷ് ഇട്ട് കാണിച്ചു. താഴെ മാത്രമേ ഉള്ളൂ, സൈഡൊന്നും വലിയ അഴുക്കില്ല. അല്ല, ഞാൻ ചെയ്യട്ടെ. ഇതൊക്കെയാണ് നമുക്ക് കഴുകാനുള്ളത്. നമ്മള് ഒന്നും എടുക്കാതെ കേറി.
ഇത് കഴുകാനുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടെ നിക്കാം, നിങ്ങൾ ജയിത്തിറങ്ങ, എന്നിട്ട് ചകിരി ഇതെടുത്തുണ്ടോ, ഞാൻ ഇറങ്ങി കേറുന്ന കഴിഞ്ഞ് ടാസ്കാ. അല്ലെങ്കിൽ ഞാനൊരു കാര്യം കഴുകണോ? പിന്നെ നാളത്തേക്ക് സ്കിപ്പ് ചെയ്ത് പോടാ. ഇതാ എന്നിട്ട് എങ്ങനെ കഴുകുക? ഇതിന്റെ അകത്ത് ഇറങ്ങണം. ഒരാളിറങ്ങി തേച്ച് കഴുകി അകത്തുനിന്ന് വെള്ളം കോരി തരിക, എടുത്ത് കളയുക. എടാ മറ്റേ ഇതുണ്ട് തുടങ്ങുന്ന മറ്റേ മോപ്പ് ഉണ്ടെങ്കിൽ കരക്കാം. ഇപ്പൊ എന്താ ചെയ്യണ്ട? ഇറങ്ങേണ്ടി വരത്തില്ല മോപ്പുണ്ടെങ്കിൽ. ഇറങ്ങാൻ എളുപ്പമല്ലയോ, അത് രസമല്ല. ഇതിപ്പോ എന്താ ചെയ്യുന്ന? ഇപ്പൊ നമ്മളിപ്പോ ഒരു ഐഡിയ ഇല്ലാതെ കയറിപ്പോയിനകത്ത്. എടാ നമ്മളിപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തൊണ്ടും ചകിരി ഒപ്പിക്കുക, പിന്നെ ഒരു തുണി, ഒരു ബക്കറ്റ്, ഒരു കപ്പ് മതി. എന്നെ നോക്കണ്ട, ജയിത്ത് കമ്മോൺ, ടൈം പോന്നു. എവിടെ ചെന്നാ കിട്ടും ഇതിപ്പോ? താഴെ പോണം. ഒന്ന് കഴിച്ച നന്ദഗോപാൽമാരാർക്ക് വിരയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിൽ നിന്ന് കുറെ കടാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിലെ നോട്ട് അടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് തുലാഭാര തൂക്കിയാലും മാരാറിരിക്കുന്ന തട്ട് എന്റെ പൊന്നത് ആദ്യം ഇത് കേട്ടെന്ന് പറ. ഇതിനൊക്കെയാണ് നമ്മളെ കഴുകുന്ന. എന്തുവാ ഇറങ്ങും ആദ്യം ഇത് തന്നെ ഇങ്ങനെ ഇരിക്കാതെ പേടിച്ചിരിക്കുന്നതാ. പേടിക്കില്ലേ നീ? അങ്ങോട്ട് അവിടെ പോയി കിടന്നു. ഗൈസ് അങ്ങനെ ജയ്ജിത്ത് കഴുകാൻ ഇറങ്ങാനുള്ള പരിപാടിയിൽ പോകാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ സപ്പോർട്ട് നമ്മളെല്ലാ രീതിയിലും നമ്മൾ പ്രോത്സാഹനം മാത്രം. അതെ. അപ്പൊ ആശിക്കും പോയി ഗൈസ്. അല്ലേ കോണാനെടുക്കുന്ന അല്ല, അത് ഇറങ്ങുമ്പോഴേ ഡെഡിക്കേഷൻ. ഇതെന്തൊക്കെയത്? ഇതായത് ഒരു തുണിയുണ്ട്, അതായത് നമുക്ക് അതിൻ്റെ അകത്തുള്ള വെള്ളം അവശിഷ്ടങ്ങൾ ഒപ്പിയെടുക്കാൻ. പിന്നെ 2 തൊണ്ടുണ്ട്. ഇതിന്റെ അകത്തുള്ള വെള്ളം നമ്മളിപ്പോ ബക്കറ്റിൽ കോരി കളയണോ? ഇപ്പൊ കളയത്തില്ല, നമ്മളത് മൊത്തം കഴുകി അതിൽ അഴുക്കെല്ലാം ആ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒപ്പി വൃത്തിയാക്കിയിട്ട് ടാങ്കിൽ പുതിയ വെള്ളം, ഫ്രഷ് പുതിയ ജലം, പാനീയം. ഗൈസ്, എനിക്ക് ഇതൊന്നും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ജയ്ജിത്തിന് നല്ല വിവരമുണ്ട് ഇതിനെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം നോക്കി കണ്ട് പഠിക്കാൻ പോകുകയാണ്. ജയ്ജിത്ത് പഠിപ്പിക്കത്തില്ല എന്നെ? ഇത് ആദ്യം ഒരു വട്ടം കാണിച്ചു തരത്തുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ എന്റെ DM ചെയ്താൽ മതി. ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ക്ലാസ് കഴിവുണ്ട്. ഫീസും ഉണ്ട്. 101 ദക്ഷിണ. ഇങ്ങോട്ട് കയറിയാടാ. പണിയ വന്നാ നീ ഫോൺ വിളിക്കാൻ വന്നേ. ഇത് ആരും അനുകരിക്കരുത് ഗൈസ്. ഇല്ല, ഞാൻ അനുഗ്രഹിക്കണ്ടല്ലേ? അപ്പൊ ഞാൻ അനുഗ്രഹിക്കട്ടെ നിന്നെ. നന്നായി വാ മോനെ, നന്നായി വാ. വിജയിച്ചു വാ. ഇവനെ കൊണ്ട് ഭയങ്കര തൊല്ലിയല്ലേ? അത് ഉണ്ട് അങ്ങനെ എടുത്തേ. ചാടി ഇറങ്ങ. ആദ്യം കാലെടുത്തിനകത്തോട്ട് ഇടാം, പിന്നെ ഇറങ്ങ അതിനകത്തോട്ട്. കമോൺ, തല മുക്കി കാല് മാത്രം ഇറങ്ങി. ഇത് ചെറിയ സ്പേസ് ആണ്. ഇതൊക്കെ ഇപ്പൊ നടക്കും, നടക്കണ്ട കാര്യമായിട്ട് പെട്ടി കേട്ടാ. കിണറ്റിലിറങ്ങി ടാങ്കിലിറങ്ങി ഗായ്സ്. ഇവിടെ കുറച്ച് ഇരുട്ടാ. താഴെ പോയിട്ടേ കുട്ടേട്ടാ.
എന്നാ വെള്ളം ഒപ്പിയിട്. വെള്ളം ഇപ്പഴും എടുക്കണ്ട. കപ്പ് ഇങ്ങട്. ഞാൻ കണ്ണാടി ഇട്ടിരിക്കാം ഇവിടെ. കപ്പ് 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 എന്നാ കോഴിയുണ്ടോ? നമുക്ക് കണ്ണാടി കേട്ട് കറക്റ്റാണോ ഫ്രെയിം വരുന്നത്? എന്നെ കറക്റ്റായിട്ടാണ്. അങ്ങനെ തന്നെ കുളിക്കുന്നാടാ നീ അതിനകത്തിരുന്ന്. നോക്കട്ടെ എന്ത് ചെയ്യുന്ന. ഫ്ലാഷ് ഇടട്ടെ. ഗായ്സ് നിങ്ങളിത് കാണുന്നുണ്ടോ? ജയ്ജിത്ത് എനിക്ക് ഇറങ്ങണോളി അതിനകത്ത്. എന്നെ ഇറക്കൂ. എന്നിട്ട് ഞാൻ കടുകട്ടെ. മാറ്, ഞാൻ കയറട്ടെ. ഇറങ്ങ. നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുമോ? പോടാ. ഞാൻ അതിനകത്ത് ഇറങ്ങിയിട്ട് കാണാം. അത്തപ്പോ നമുക്ക് കഴുകാം. ഞങ്ങൾ ടാങ്കിന്റെ അകത്താണ്. എന്തായാലും നീ നനയും വഴിയാ. നമുക്ക് ഇവിടെ സൈഡിൽ ഇരുന്ന് നമുക്ക് സൈഡിൽ ഇരുന്ന് എങ്ങനെ ജയിച്ച് കഴുകാം. കണ്ണാടി നമുക്ക് എങ്ങനെ ജയിച്ച് കഴുകുന്നു എന്ന് നമുക്കുള്ള വരുന്നതിനകത്ത്. എന്നാ ഞങ്ങൾ ഞാൻ വെള്ളത്തിൽ ഇരിക്കുക. മണ്ണുണ്ട് കേട്ടാ. പോടാ. മണ്ണുണ്ട് എന്റെ വെള്ളമുണ്ട് അപ്പം പോയി. മണ്ണുണ്ട്. അത് കുഴപ്പമില്ല. അത് മണ്ണ് എന്താ എന്നു വെച്ചാ നമുക്ക് കോരി കളയത്തിരി പാടായി. ഒരു ചകിരി കൂടെ കേട്ടോ. ഞാനും കൂടെ കഴുകാം. എല്ലാം എവിടെ കൊണ്ട് ഈ ഐഫോണിൽ വെള്ളം പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ മൂല ഉണ്ടാ ഇങ്ങനെ പിടിക്കാ. ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഈ ഇവിടെ വെച്ചിട്ട് ഈ ഗ്യാപ്പ് വെച്ച് ഇങ്ങനെ വെച്ചു. ഗായ്സ് ഇതൊക്കെ സിമ്പിൾ ആണ്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കൂ. നീ ഇവിടെ കഴുകുക. നീ ഇപ്പത്തോട്ടി ഞാൻ ഇവിടെ കഴുകാം. ഗായ്സ് നമുക്ക് ഈ ഭാഗം പിടിക്കാം. നിനക്ക് നിന്റെ ഭാഗം എനിക്ക് എന്റെ ഭാഗം. ഇടക്കിടക്ക് വെള്ളമൊക്കെ മണ്ണിലൊക്കെ വെച്ചൊക്കെ ഞാൻ വൃത്തിയാക്കി. നോക്ക് മക്കളെ നോക്ക്. ആഷിക്ക് പെണ്ണിനെ വിളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ അധ്വാനിക്കൂ ലോകമേ, അധ്വാനിക്കും. ഇവ തലമുറ കണ്ട. ഇതൊന്നും എനിക്ക് അറിയത്തില്ലെങ്കിലും ഞാൻ ചെയ്യാനുള്ള ഇത് കാണിക്കുന്നു. മനസ്സിലായോ? നീ എന്റെ ഈ കയ്യിൽ കൊടുത്ത് നീ ഇങ്ങോട്ട് നിന്റെ കഴിവെന്താടാ? സല്യൂട്ട് ചെയ്ത് ആഷിക്കിന്റെ വക സല്യൂട്ട് ആക്കി. ഇവിടെ കപ്പുണ്ടായിരുന്നടാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞങ്ങളിതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലേ, കണ്ടല്ലേ? ഇത് നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ആഷിക്ക് ഒരു ബ്ലുപ്പടി അവന്മാരെ കാണിച്ചു തരാം. ഹായ്, എന്തുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നു? നിങ്ങൾ വിചാരിക്കും ഇത് വാച്ച് വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് അല്ല, അടിച്ചു പോയ വാച്ചാണ്. ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. നീ 1000 രൂപ ഇതൊക്കെ ഞാൻ ഇപ്പൊ വൃത്തിയാക്കി കാണിച്ചു തരാം. നമ്മളങ്ങനെ ഇപ്പം ടാങ്കിന്റെ പുറത്ത് നിറങ്ങി. എന്നുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വെള്ളം എടുത്ത് നമ്മൾ പുറത്ത് കളയണം. എന്നാലേ നമുക്ക് അടിയിലും കൂടെ ക്ലീൻ ആക്കാൻ പറ്റും. നമ്മൾ എങ്ങോട്ട് ഒഴിക്കും എന്നിട്ട് വെള്ളം?
വെള്ളം അങ്ങനെ ഒരു 50% കഴിഞ്ഞില്ലേ എളിയെ? 50 20. ഇവിടെ വെള്ളമൊക്കെ ഇവിടെ ഇങ്ങനെ ഒഴിച്ച് കളയുക. ഈ പരിപാടി ഞാൻ ചെയ്യട്ടെ, ഈ വെള്ളം കോരി തരുന്ന ഇതാണല്ലോ എളുപ്പം, പോരി കളയുന്ന എളുപ്പം. അവിടെ നിന്ന് കോരി തരാൻ പാടാ. പോടാ അവിടെ സത്യമായിട്ടും പാടുവിടുന്നുണ്ടാവേ. ഇതായത് ഗുരുവാ. ക്യാമറ തുടച്ചാടാ. നമുക്ക് രണ്ടുപേരും കൂടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ടേ എന്താ പരിപാടി? ഇതുണ്ടാ പൂരി ഉണ്ടാ? നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേലും വിട്ടാലോ? വിടാം. എവിടെ പോവും? കൊല്ലം ബീച്ച്. മേലോടെ വന്ന കൊല്ലം ബീച്ച് അവന്റെ ചിൽഡ്രൻസ് പാർക്കിൽ കൊണ്ടുപോട്ടെ മോനെ. അഡ്വഞ്ചർ. ബക്കറ്റ് പൊക്കി തന്നെ ആഷിക്ക് തീർന്നു അതിനകത്ത്. ഇതിൻ്റെ അകത്ത് ഇനി പോടാ പോടാ. ആശിക്ക് നീ ചുമ്മാ നീ വെളിയിൽ കഴിവ് അങ്ങനെ പണിയില്ലേ? ഓടുന്നാടാ. നീ പിടിച്ചടാ അകത്തിട്ടാലേ. പോടാ. ചേർന്നോ? ആ നോട്ടമാണോ നോക്കാവൂ? എന്ത് പാവപ്പെട്ട ചെറുക്കനല്ലേ. ഇതേപോലെ ഒരു ഇതേപോലെ ഒരു കൂട്ടാനെ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് വേണം? ഇതേപോലത്തെ ഒരുത്തനെ കിട്ടണമെങ്കിൽ കയ്യിൽ കൊടുത്തിരാ വന്ന് നിക്കുവാ. എന്താ ഇതിന്റെ കൈ കാര്യമൊക്കെ ഒന്ന് കാണിച്ചോ. ഒന്ന് നനഞ്ഞിട്ടുണ്ടാണ് അതിന്റെ കൈ കാണിച്ചു. ഇവിടെ ഇത് കണ്ടോ? എന്നാ ഇത് നമുക്ക് ഇത് കൊടുക്കാം. ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ ജയ്ജിത്ത്, എന്തേലും സഹായം വേണോ? അവൻ ഇത് ഹാർഡ് വർക്ക് ആണോ? ഹാർഡ് വർക്കിംഗ് ബോയ് ജയ്ജിത്ത്. വേറൊരു കാര്യത്തിനും ഇല്ല. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ അടിപൊളിയല്ലേ? ഞാൻ നമ്മളെ നിക്ക ഇങ്ങനെ കേറുക. വലിയടാ ചെയ്ത തൊട്ടവനെ അങ്ങനെ അവൻ കേറി. ഗൈസ് അത് കണക്ക് ടാങ്ക് ചെയ്ത് ഇങ്ങനെ കിടന്ന് കുലുങ്ങണം. ചിലപ്പോ ടാങ്കുമായിട്ട് അള്ളിയ പൊട്ടി പോകും. സ്ക്രൂ ഒന്നും ചെയ്ത് വെച്ചേക്കില്ലല്ലേ. ഗൈസ് അങ്ങനെ ഒരു എത്ര ശതമാനമായിക്കോണോ നമ്മുടെ ജോലി? 97. 90%. ഒരു 90% എല്ലാ ഇതും കഴിഞ്ഞ് ഇനി 10%. നമ്മളിതിനകത്തുള്ള വെള്ളം കാര്യങ്ങളെല്ലാം എടുത്ത്. പക്ഷെ അഴുക്കുണ്ട് കേട്ടോ. പക്ഷെ എന്തായിരുന്നാ പറയുന്നേ? പറ. എന്തുവാ ഇതിപ്പോ ക്ലീൻ ആക്കണമെങ്കിൽ നല്ലൊരു നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഇത് ലിക്വിഡൊക്കെ ഉണ്ട്. ലിക്വിഡൊക്കെ ഉണ്ട്. ഇതിപ്പം നമ്മള് ജസ്റ്റ് ചുമ്മാ ഒന്ന് അഴുക്കളയാനുള്ള പരിപാടി നോക്കിയതാ. വീട്ടിൽ നമ്മുടെ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളിങ്ങനെ ചെയ്ത് അത്രേ ഉള്ളൂ. നീ ആയിരുന്നടാ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി ചെയ്തവനും. നീ ആയിരുന്നു മൊത്തത്തിൽ ഈ ടാങ്ക് ഇങ്ങനെ ആവാൻ കാരണം നീ ആളായി കേട്ടാ. ഇങ്ങനെ ആവാൻ അങ്ങനെ ഒരാള് വേണോടാ. അതാണ്. നീ ഇങ്ങനെ ആരും തന്നെ ഇല്ലെങ്കിൽ ഇല്ലേ ജോലിയെ മൊത്തത്തിൽ ഇതായിപ്പോ. ഇത് വന്നിട്ട് അവിടെ പോയിരുന്നു. ഇനി നമ്മളെന്താ ചെയ്യണ്ട? ഇനി ഇനി ഒന്നും കൂടെ തേച്ച് കഴുകി ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ബാക്കി വെള്ളം കൂടെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പരിപാടിയായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പം പരിപാടി. നമുക്ക് ഇപ്പം എന്താ ചെയ്യണം? അത് വെള്ളം അടിക്കണം. ഇപ്പം ഇപ്പോഴും വെള്ളം അടിക്കണ്ട. കിടക്കുന്ന വെള്ളം വറ്റിച്ച് മാറ്റി നമുക്ക് ആ പരിപാടി ചെയ്യാം.
എന്നിട്ട് നമുക്ക് വെക്കം തീർത്തു കഴിഞ്ഞാൽ നമുക്ക് വെക്കം അങ്ങോട്ടിലൊക്കെ അങ്ങ് തെറിക്കാം ഇവിടുന്ന്. മനസ്സിലായോ? തെറിക്കണ്ടേ ഇവിടുന്ന്? ഇങ്ങനെ ഇരുന്നാ മതി ഇതിനകത്ത്. ഇവിടെ നമ്മള് ഇങ്ങനെ ഇരുന്നാ നമ്മൾ നീ ഇങ്ങനെ ഇരുന്നോണം. നീ ഇങ്ങനെ ഇരിക്കാവൂ. അങ്ങനെ ശരിയാവത്തില്ല. മനസ്സിലായില്ല. നീ ഇങ്ങനെ ഇരിക്കാവൂടാ ആശിക്ക്. ഞാൻ ചെയ് അനങ്ങരുത് കേട്ടാ ഇത്. ഇതൊന്നും നമുക്ക് താട്ടിറങ്ങാം. ഡോക്ടർ ഇല്ലടാ, എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നടാ എന്തോന്നു ഡോക്ടറുണ്ട്. ഡോക്ടർ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടിയെല്ലാം നിർത്തി. പണിയെല്ലാം വേണ്ടടാ, എന്റെ മുട്ടൊക്കെ ഓക്കെ. ഇത് ഇറങ്ങുന്ന കാര്യം ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എന്തെങ്കിലും നോക്കാം. ആശിക്ക് ഇറങ്ങുന്നത് നോക്കി ഇറങ്ങണേ. എന്നിട്ട് വലത്തെ കാലം അതിന്റെ കൊണ്ടേ ചവിട്ടി കുരിഞ്ഞി അടിക്കും. സിമ്പിൾ ഇല്ല ആശിക്ക്, സിമ്പിൾ. ആശിക്ക് ലോ ആംഗിളിൽ നിന്നിട്ട് അവിടെ കമോൺ. കമ്പി പിടി തിരി എന്നിട്ട് താഴെ ചവിട്ട് ചവിട്ട് എത്തൂടാ. ആ എന്നിട്ട് മറ്റേ വലത്തേക്കാല് കറക്കിയിട്. സൂപ്പറാ. ഇനി ഒരൊറ്റ ചാട്ടം ചാടിക്കൂ. അങ്ങനെ അവ ഇറങ്ങി അടുത്തവൻ. ആ സൂപ്പറാ. കമോൺ. അങ്ങനെ എനിക്ക് ഇവിടുന്ന് കാണുമ്പോ അവിടെ മേളിൽ നിൽക്കുന്നു. പക്ഷെ ഇത് നീ ഇറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നിന്റെ കാല് താഴെ കിട്ടും. നീ ചുമ്മാ ഇറങ്ങി നോക്കല്ലേ. എന്തായാലും കയ്യും കാലും ഇവിടെ ഇത്ര പോടാ അവിടെ നിന്ന് ചാടാന്ന് അത്ര ഇറങ്ങിക്കോ. ആ പോട്ടെ പോട്ടെ പോട്ടെ. ഇതൊക്കെ എന്തോന്ന് ഇതിനെക്കാട്ടി അപ്പുറം ഇവിടെ പേടിച്ച് രണ്ട് ചെപ്പ് അത് ആഷിക്ക് ആഷിഖ് വന്നേ. രണ്ട് സ്റ്റെപ്പ്. ആ ഓക്കെ ഓക്കെ. രണ്ട് സ്റ്റെപ്പ്. ആ ആ ഏയ് ഏയ് ആ ഹലോ ഗൈസ്. സൺകിസ്ഡ് അങ്ങനെ ഞങ്ങൾ ടാങ്കൊക്കെ കഴുകി കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചു. ഫ്രഷായി ഞങ്ങൾ കുളിച്ചു. നമ്മൾ ചുമ്മാ ടാങ്ക് കഴുകാൻ പോയപ്പോ ചുമ്മാ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചെടുത്ത വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാർഡ് വർക്കിംഗ്. നോക്കി നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത ആഷിഖ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. പൂമതി ഒരു ബായ് പറ. ബൈ. ഇങ്ങനെ ബ്ലുപ്പടി ക്യാമറയില് ഇങ്ങനെ പൊത്തിപ്പിടി പിടി പിടി പിടി. ആ പൊത്തിക്കോ പൊത്തിക്കോ. കണ്ടില്ലായിരുന്നാ?